ഹായ് ഓൾ, ദിസ് ഈസ് ട്യൂസ്ഡേ മോർണിംഗ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അജു സാറ് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഹെൽപ്പിനുള്ള കാരണം ഉണ്ടല്ലോ. എനിക്ക് വലിയ ഹർബറിയില്ലാത്ത ദിവസങ്ങളാണ് കേട്ടോ കുറച്ച് ദിവസം. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ആള് വാഷ്റൂമിൽ പോയിട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ അടുപ്പത്ത് ആദ്യക്കുട്ടിനെ കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ പാല് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്, ചായക്കും കോഫിക്കും ഒക്കെ ആയിട്ട്. ഇതിനിടയ്ക്ക് ആള് കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും രാവിലെ എഴുന്നേറ്റിട്ട് കുപ്പിയായിട്ടുള്ള മൽപ്പിടുത്തമായിരുന്നു. വെള്ളം ഈ തലേ ദിവസം ഞാൻ ചൂടാക്കിയിട്ട് ചൂടോടെ ഒഴിച്ചു വെച്ചു. അത് തുറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കണം ആദ്യക്കുട്ടിനെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യക്കുട്ടിയുള്ള കോഫിയും ഞങ്ങൾക്കുള്ള ചായയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം ഷുഗർ യൂസ് ചെയ്യുന്ന വളരെ കുറവാണ് ചായക്ക് വേണ്ടിയിട്ട്. കാരണം ഡെയിലി നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന ഷുഗർ കണ്ടന്റ് എന്ന് പറയുന്നത് ചായയിലൂടെയല്ലേ. സോ അതുകൊണ്ട് മാക്സിമം ഞാൻ ഷുഗർ യൂസ് ചെയ്യാറില്ല എന്ന് വേണം പറയാൻ കേട്ടോ. മാക്സിമം ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ ഓർഗാനിക് ശർക്കര ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും മാക്സിമം പറ്റുന്നിടത്തോളം ശ്രമിക്കുക, അത്ര തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അജുവേട്ടന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പോയി ചായയൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും ഉണ്ടല്ലോ അജുവേട്ടൻ എന്തെങ്കിലും ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സിമ്പിൾ ആയിട്ട് ഞാൻ ബട്ടാക്ക പൗവ, അതായത് അവിലിന്റെ പൗവയുടെ ഒരു റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ആദ്യം അവില് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കുക. അതുപോലെ ജീരകം എണ്ണയിൽ പൊട്ടിച്ച ശേഷം, കടുകിന് പകരം ജീരകം പൊട്ടിച്ച ശേഷം ഉള്ളി, തക്കാളി, അതുപോലെ പച്ചമുളക്, ഒരു കിഴങ്ങൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ആവശ്യത്തിന് ഓരോ നുള്ളു മാത്രം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ കിഴങ്ങൊന്ന് വെന്ത ശേഷം അവില് തട്ടി കൊടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഉപ്പ്, നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലത്തെ ഉണ്ടല്ലോ നൈസ് ആയിട്ടുള്ള സേവ് ഉണ്ടാവും, അത് യൂസ് ചെയ്തിട്ട് അത് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റ് ആണ്. അതൊരു പുളിയുള്ള സംഭവം ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും അങ്ങനെ അജുവേട്ടൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ വെള്ളപ്പാട്ടിന് പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉച്ചക്കലത്തേക്കുണ്ടല്ലോ നമ്മൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി, തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ കൂടെ ചേർത്ത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല മാത്രം ചേർത്ത് അരി തട്ടിയിട്ട് നമ്മൾ ചെറിയൊരു പുലാവ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ചോറാണെങ്കിൽ ചോറ് ബാക്കി വന്നാൽ ഞാൻ എന്തായാലും വൈകുന്നേരത്തേക്ക് ഒന്നും ഉണ്ടാക്കാൻ മെനക്കെടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുലാവ് ഉണ്ടാക്കിയിട്ട് പാകമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ചിന് ഇന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.